ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ 94 അതേ നമ്പറിലുള്ള രണ്ടുപേരും കൂടി, അതായത് അമ്പലപ്പുഴ അല്ലെ, അമ്പലപ്പുഴയിലെ സുധാകരൻ ഉൾപ്പെടെ വരുമ്പോൾ ഏതാണ്ട് 96 നമുക്ക് ആ ഡേറ്റ വായിക്കാൻ പറ്റും. ഓഫീസിനുള്ള ദൃശ്യമാണ്. നോക്കൂ എന്തൊരു വമ്പൻ ആഘോഷമാണെന്ന്. നോക്കൂ പ്രവർത്തകരെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് ഇത് തിരിച്ചുവരവിന്റെ നിമിഷമാണ്. അവർക്ക് 10 വർഷത്തിന് ശേഷം വമ്പൻ തിരിച്ചുവരവാണ്. എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക്, പ്രവർത്തകർക്ക് കരുത്തേകി ചടുലമായ നീക്കങ്ങളിലൂടെ തിരിച്ചുവരവിന് കളമൊരുക്കിയ നേതാക്കൾക്ക് നന്ദി പറയുന്നു പ്രവർത്തകർ. ഇതാ ഇപ്പോൾ നേതാക്കൾ കൂടുതലായി എത്തുന്നു. വി ഡി സതീശൻ അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ ആവേശം. പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രതികരണം. വമ്പം വിജയത്തിന് കളമൊരുക്കിയ, നേതൃത്വം വഹിച്ച പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിലേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എന്താണ് വി ഡി സതീശന്റെ ആദ്യ പ്രതികരണം? എന്തായാലും സജിത്ത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മാധ്യമപ്രവർത്തകർ, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്നു. അപ്പോഴൊന്നും വി ഡി സതീശൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ വമ്പൻ വിജയത്തിലേക്ക് പോകുമ്പോഴും ഒരുപക്ഷെ പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമുള്ള ഒരു പ്രതികരണത്തിലാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് കേരളം കണ്ടതിൽ വെച്ച്, സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന തരത്തിലേക്ക് സതീശൻ മാറുന്നു എന്ന സാഹചര്യമാണ്. കാരണം കൈ ഉയർത്തി അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു. തങ്ങൾ വിജയിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ അണികൾക്ക്, പ്രവർത്തകർക്ക് ആവേശം പകരുന്നുണ്ട് വി ഡി സതീശന്റെ ആ സന്ദേശം. എന്താ എല്ലാ അർത്ഥത്തിലും നോക്കൂ, താൻ 100+ എന്ന നമ്പർ വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ സതീശൻ കാണിച്ച ചങ്കൂറ്റം, വനവാസം പോലെയുള്ള വലിയ പ്രസ്താവനകൾ നടത്താൻ കാട്ടിയ ചങ്കൂറ്റം, കഴിഞ്ഞകാല ബൈ ഇലക്ഷനുകളും ഒടുവിൽ പാർലമെന്റ് ഇലക്ഷനും ഒടുവിൽ ഇതാ നിയമസഭാ ഇലക്ഷനുമെല്ലാം സതീശൻ പ്രസ്താവന ഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൊണ്ടോ എല്ലാം കൃത്യമായി മാറുന്നു എന്നാണ് സാഹചര്യം. നിലവിലെ കണക്ക് നോക്കുമ്പോൾ 100+ എന്ന സീറ്റിലേക്ക്, നമ്പറിലേക്ക് UDF കടന്നാലും അത്ഭുതമില്ല എന്നതാണ് സാഹചര്യം. ചില അപ്ഡേറ്റുകളൊക്കെ ആ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ മാറ്റമുണ്ടായേക്കാം. കാരണം കൗണ്ടിങ് പകുതി പിന്നിട്ടിട്ടില്ല. ഈ മാറ്റമുണ്ടാവും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തൊരു UDF തരംഗമാണ്. ആ തരംഗമാണ് പ്രതിഫലിക്കുന്നത്. നോക്കൂ, രമേശ് ചെന്നിത്തലയെ എടുത്തുയർത്തുകയാണ് പ്രവർത്തകർ. രമേശ് സതീശനോ